ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മളെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ പത്തിരിയാണ്. ഭയങ്കര ടേസ്റ്റായിട്ടുള്ളൊരു പത്തിരിയാണ്. നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തോ അതല്ല രാത്രി ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഒരു 2-3 പീസ് കഴിച്ചതെല്ലാം മാഷാല്ലാ നല്ലോണം വയറ് നിറയും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അതിന് ആവശ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ജീരകശാല അരിയാണ്. നമ്മൾ ബിരിയാണി നെയ്ച്ചോറൊക്കെ വെക്കുന്ന അരി ഉണ്ടല്ലോ, ആ അരിയാണ് എടുത്തിട്ടുള്ളത്. അത് 2 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. 250 ml 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ബസ്മതി അരിയിലൊക്കെ തയ്യാറാക്കാറുണ്ട്, പക്ഷേ എന്നാലും ജീരകശാല അരിയിൽ തയ്യാറാക്കുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് തോന്നൽ. ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതൊരു 4-5 മണിക്കൂർ കുതിർത്ത് വെക്കാം. ഒരു 4-5 മണിക്കൂറിന് ശേഷം അതിലുള്ള കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം 1 കപ്പ് തേങ്ങയും ഒരു എഗ്ഗുമാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് വെള്ളമൊക്കെ അതിൽ നിന്ന് ഊറ്റിയ ശേഷം ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഈ അരിയും 1 കപ്പ് തേങ്ങയും 1 മുട്ട പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ശേഷം ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം. ഇത് നല്ലോണം ലൂസായിട്ടുള്ള ഒരു പരുവത്തിലാട്ടോ കിട്ടേണ്ടത്. അതല്ലാണ്ട് ദോശമാവ് പോലെ കുറച്ചൊരു തിക്ക് ബാറ്ററല്ല വേണ്ടത്, കുറച്ച് ലൂസായിട്ടുള്ള പരുവത്തിലാണ് വേണ്ടത്. ഇതുപോലെ ലൂസായ പരുവത്തിൽ കിട്ടിയാൽ നമ്മളിത് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ കഴിക്കുമ്പോൾ ഹാർഡാവാണ്ട് കഴിക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആവുള്ളൂ മാവ്. അപ്പോൾ നമുക്കിതിപ്പോൾ തയ്യാറാക്കി അടിച്ച് വെച്ചതിന് ശേഷം ഒന്ന് മാറ്റി വെക്കാം. ഇതിനുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ 1.5 സവാളയും 2 പച്ചമുളകും ഒരു ചെറിയ കൈപ്പിടി മല്ലിയില, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് ചെമ്മീൻ, ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടിയും കൂടി ചേർത്തിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ശേഷം നമുക്ക് ഈ ചെമ്മീൻ ഇതിലേക്ക് ഒന്ന് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതിപ്പോൾ നമുക്ക് ചെമ്മീൻ ഇഷ്ടമില്ലാത്തവർക്ക് ചിക്കനിലോ ഒക്കെ ചെയ്യട്ടോ, സെയിം മസാലയാണ്. ചെമ്മീന് പകരം ചിക്കനിൽ ചെയ്താലും നല്ല ടേസ്റ്റാണ്. ഇനി അതല്ല നല്ല ആവോലിയോ അല്ലെങ്കിൽ അയില പോലുള്ള മീനുകളൊക്കെ ഉണ്ടാവില്ല, നല്ല കുറച്ച് ദശക്കട്ടിയുള്ള മീനുകളിലൊക്കെ ഇതുപോലെ മസാല പുരട്ടിയിട്ട് ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ ഈ മസാലയിൽ തയ്യാറാക്കിയാലും നല്ല ടേസ്റ്റാണ് ഉണ്ടാവൽ. അപ്പോൾ ചെമ്മീനിൽ ചെയ്യുക, ചിക്കനിൽ ചെയ്യുക, വേറെ ഫിഷുകളിലൊക്കെ ഇത് ചെയ്ത് നോക്കട്ടോ. മസാല ഒന്നാണെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ ചെമ്മീനൊക്കെ റെഡി ആയിട്ടുണ്ട്, കുറച്ച് ഫ്രൈ ആയി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ ഇഞ്ചി, വെളുത്തുള്ളിയും സവാളയും പച്ചമുളകും ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതേ വെളിച്ചെണ്ണയിൽ തന്നെ വഴറ്റിയെടുക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതേ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ സവാള ഒക്കെ ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ സമയത്ത് നമുക്ക് മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട, കാരണം ഓൾറെഡി നമ്മൾ ചെമ്മീനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പാകത്തിന് നോക്കിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും മാത്രമാണ് ഞാൻ ഇതിൽ ചേർത്തത്. കൂടുതൽ ഉണ്ടാക്കുന്ന സമയത്ത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ പൊടികൾ കൂട്ടിയിട്ട് കൊടുത്താൽ മതി. ഇത് കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടാണ് കുറച്ച് മാത്രം ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. മസാലേൻ്റെ ആ പച്ചക്കുത്തൊക്കെ മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ മസാലയ്ക്ക് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെമ്മീൻ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഈ സമയം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മൾ ആ മസാലയും ഓൾറെഡി ചെമ്മീനും ഒക്കെ സെറ്റായതാണ്, അതുകൊണ്ട് ഇനിയിപ്പോൾ ഗ്യാസ് ഓൺ ആക്കേണ്ട, ഓൾറെഡി ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെ അത് തയ്യാറാക്കാമെന്ന് നോക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ ബാറ്ററിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഇതുപോലെ നല്ല ലൂസായിട്ടുള്ള പരുവത്തിൽ വേണം നമുക്ക് ഇതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കാൻ. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിൽ കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ഇട്ട് തടവി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇതിലേക്ക് ഒരു 1/4 ഭാഗം ഒഴിച്ച് കൊടുക്കാം. ശേഷം ഇതുപോലെ ഓരോ ടീസ്പൂൺ വീതം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പതുക്കെ ഇതിലേക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഓരോ ടീസ്പൂൺ വീതം ഒഴിച്ച് കൊടുത്താൽ മതി.
ഇത് ഒരു 10 മുതൽ 12 മിനിറ്റ് വരെ നമുക്കൊന്ന് ഇതൊന്ന് ഇഡ്ഡലി ചെമ്പിൽ ഒന്ന് ആവി കൊള്ളിച്ചെടുക്കുകയാണ് വേണ്ടത്. ഒരുപാട് കൂടുതൽ സമയമൊന്നും ഇത് ആവി കൊള്ളിക്കരുത്, ഹാർഡായി പോവും. അതുകൊണ്ട് ഇത് ഒരു 10 മുതൽ 12 മിനിറ്റ് മാത്രം വേവിച്ചെടുത്താൽ മതി. ആ സമയമാകുമ്പോൾ തന്നെ ഇത് കറക്റ്റ് പാകത്തിൽ നമുക്കിതൊന്ന് വെന്ത് കിട്ടും. ഇനിയിപ്പോൾ ഒരു 10 മുതൽ 12 മിനിറ്റിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കറക്റ്റ് പാകത്തിൽ നമുക്ക് ഈ ചെമ്മീൻ പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്കൊരു സ്പൂണ് കൊണ്ട് ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. കാരണം അത്രയ്ക്ക് സോഫ്റ്റാണിത്, വേഗം കിട്ടും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് ഇഡ്ഡലി തട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അത് വിട്ട് കിട്ടും ചെയ്യും, അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട്. അപ്പോൾ നമ്മളെ ചെമ്മീൻ പത്തിരി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി. ഭയങ്കര ടേസ്റ്റുള്ളൊരു പത്തിരിയാണ്, ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറും കാര്യങ്ങളാണ്. ഇനി അഥവാ ചെമ്മീൻ കൂട്ടാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഇതേ മസാലയിൽ തന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടും തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി കേട്ടോ. ഇപ്പം ഞാൻ 2 സെറ്റ് അത്യാവശ്യം ക്വാണ്ടിറ്റി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഒരു തട്ടിലേക്കും കൂടി ഞാൻ കുറച്ചും കൂടി തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ഇത് ഭയങ്കര സോഫ്റ്റാണ്, അതുകൊണ്ട് തന്നെ മാവ് വളരെ ലൂസായിട്ട് വേണം നിങ്ങൾ തയ്യാറാക്കി എടുക്കാൻ. അങ്ങനെ തയ്യാറാക്കി എടുത്താലേ നല്ല സോഫ്റ്റായിട്ടുള്ള ഈ ചെമ്മീൻ പത്തിരി നമുക്ക് തയ്യാറായി കിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ കഴിക്കുമ്പോൾ പത്തിരിക്കൊരു ഹാർഡ് ഫീലിംഗ് ഉണ്ടാവും കടിക്കുന്ന സമയത്ത്. അപ്പോൾ എപ്പോഴും ബാറ്റർ കുറച്ച് ലൂസാണെന്നുള്ള രീതിയിൽ ഉറപ്പ് വരുത്തണം. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യേണ്ടി, സബ്സ്ക്രൈബ് ചെയ്യാതാണ് ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി, ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കേണ്ടി.